ഓം ശാന്തി. ഈ പ്രപഞ്ചത്തിലെ അതിവിശിഷ്ട സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യന് ഈശ്വരൻ്റെ ഏറ്റവും നല്ല വരദാനമാണ് മനസ്സ് എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ മനനം ചെയ്യാൻ കഴിവുള്ളവൻ മനുഷ്യൻ എന്നാണ് അർത്ഥം. മനനം ചെയ്യുന്ന നമ്മുടെ വിശിഷ്ട സമ്മാനമായിരിക്കുന്ന മനസ്സോ സമയകാലങ്ങൾക്കുപരിയായി ഏത് കാലത്തിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാൻ ഭൂതകാലത്തിൽ പോയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കുട്ടിക്കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ മഴക്കാലത്ത് കുട വട്ടം തിരിച്ച് നമ്മുടെ കൂട്ടുകാരൻ്റെ കുടയിൽ കൊണ്ടുപോയി കുത്തുന്നത്, വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചാടി വെള്ളം തെറിപ്പിച്ച് എല്ലായിടത്തേക്കും ചളിവെള്ളം തെറിപ്പിക്കുന്നത്, ചളിവെള്ളമൊന്നും തോന്നിയിട്ടില്ല, കുട ഓട്ടയാവുന്നൊന്നും തോന്നിയിട്ടില്ല. എത്ര മനോഹരമായിരിക്കുന്ന ദിവസങ്ങളായിരുന്നു അന്ന്. അപ്പൂപ്പൻ താടി പൊട്ടി വിരിഞ്ഞപ്പോൾ അതിലൊന്നിനെ പറത്തി വിട്ടു ഊതി പറപ്പിച്ച ശേഷം പിടിക്കാൻ പിന്നാലെ ഓടിയതായിട്ടുള്ള ദിവസങ്ങൾ. തുമ്പിയുടെ വാലിൽ നൂല് കെട്ടി തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ നോക്കിയ ദിവസങ്ങൾ. എത്ര രസമുള്ള ദിവസങ്ങളായിരുന്നു. ഞാൻ ഓർത്തു പോവും, അന്ന് മഴയിൽ കുതിച്ചു പായന്തായിരിക്കുന്ന ചളിവെള്ളത്തിൽ പേപ്പർ കൊണ്ട് ബോട്ടുണ്ടാക്കി ആ ബോട്ട് ഒന്നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇറക്കങ്ങൾ, അതിൻ്റെ ചാട്ടം, അത് മറയുന്നത് നോക്കുന്നത്, സന്തോഷിക്കുന്നത്, തുള്ളിച്ചാടുന്നത്, എത്ര രസകരമായിട്ടുള്ള ബാല്യമാണല്ലേ. ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളുടെയും കുട്ടിക്കാലം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കുറച്ചു കാലം കൂടി അങ്ങോട്ട് കഴിയുമ്പോഴോ ഇനി ഒരു മുത്തശ്ശിയായി തീരുമ്പോൾ ഈ പല്ലൊക്കെ പൊഴിഞ്ഞു പോയി പകരം എന്തായാലും പല്ലില്ലാത്ത അവസ്ഥയൊന്നും വേണ്ട, നമുക്ക് വെപ്പ് പല്ലൊക്കെ കിട്ടും. എന്നാലും ബ്രഷ് ചെയ്യുന്ന സിസ്റ്റമൊക്കെ മാറുമല്ലോ. സിംഗിൾ പല്ലാണെങ്കിൽ സാധാരണ പോലെ ബ്രഷ് ചെയ്യായിരിക്കും. വെപ്പ് സെറ്റാണെങ്കിലോ അതിങ്ങനെ എടുത്ത് ബ്രഷ് ചെയ്യുന്നതായിട്ടുള്ള ദിവസം. അന്ന് നമ്മുടെ പേരക്കുട്ടി അടുത്ത് വന്നിട്ട് അയ്യേ മുത്തശ്ശിയുടെ പല്ല് ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യുക എന്ന് ചോദിക്കുന്ന ആ ദിവസം ഒന്ന് ഓർത്തു നോക്കിയേ. എന്ത് രസമായിരിക്കും ഒരു ചമ്മലോട് കൂടിയുള്ള ആ മോണ കാണിച്ചുള്ള ചിരി. ഞാനിതെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങളും കണ്ടില്ലേ നിങ്ങളുടെ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥ. തീർച്ചയായിട്ടും സമയകാലങ്ങൾക്കുപരിയായിക്കൊണ്ട് ഭൂതത്തിലേക്കോ ഭാവി കാലത്തിലേക്കോ വേണമെങ്കിൽ നമ്മളെ കൊണ്ടുപോകാൻ കഴിയുന്ന അത്ര മനോഹരമായിരിക്കുന്ന ഒരു വിശേഷ ശക്തിയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇല്ലാത്ത പ്രേതത്തെ ഭൂതത്തെ കാണിപ്പിച്ച് നമ്മളെ പേടിപ്പിക്കാനും പറ്റും. അല്ലെങ്കിൽ സുഗന്ധമുള്ള പൂക്കളുടെ തോട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ട് നമ്മളെ ഫ്രഷാക്കാനും പറ്റും. സങ്കടത്തിൻ്റെ കയത്തിൽ മുക്കിക്കൊണ്ട് ശ്വാസം മുട്ടിക്കാനും പറ്റും. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന അവസ്ഥകൾ ഉണ്ടാക്കാനും പറ്റും. ഇതിനൊക്കെ കഴിയുന്നതായിരിക്കുന്ന അതിവിശിഷ്ടമായിരിക്കുന്ന ഈശ്വരൻ്റെ വരദാനമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, ഏറ്റവും വിശേഷമായിരിക്കുന്ന അവസ്ഥ എന്താണ് നിങ്ങളുടെ മനസ്സ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം നമുക്ക് അറിഞ്ഞൂടാ. എല്ലാ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിശേഷമായിരിക്കുന്ന വസ്തുതയാണ് വാട്ട് ഈസ് മൈൻഡ് എന്നുള്ളത്. ഞാൻ ഓർക്കും, ഒരു കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഡിഗ്രി സ്റ്റുഡൻസ് ആയിരുന്നു. ഞാൻ അവരോട് ചോദിച്ച സമയത്ത് ആ ഒരു കുട്ടി എൻ്റെ അടുത്ത് നിന്ന് ആൻസർ പറഞ്ഞു, മൈൻഡ് ഈസ് മാറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് തിരിച്ച് ചോദിച്ചു, വാട്ട് ഈസ് മാറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടീൻ്റെ ഉത്തരം പറഞ്ഞു, ഡോണ്ട് മൈൻഡ് എന്ന്. അതൊന്ന് തമാശ കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്നതും നമുക്ക് ദിവസവും നമ്മുടെ ജീവിതത്തെ, ഇന്ന് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതം, നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ ഈ തലത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ എവിടെയെങ്കിലും എത്തിച്ചേരുമെങ്കിൽ, എന്തെങ്കിലും ആകുമെങ്കിൽ, എങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒക്കെ ഉത്തരവാദി നമ്മുടെ മനസ്സാണ്. എന്നാൽ വീണ്ടും ഞാൻ നിങ്ങളുടെ അതേ ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് മനസ്സ്? ആർക്കും അറിയാതിരിക്കുന്ന ഫാക്ടർ അത് തന്നെയാണ്, എന്താണ് മനസ്സ് എന്ന് പറയുന്നത്. ഇന്ന് അതിനുള്ള ഒരു ചെറിയ ഉത്തരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരികയാണ്. നമ്മുടെ ചിന്താശക്തിയുടെ, മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ, ആന്തരിക വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലെ ചിന്താശക്തിയുടെ പേരിനെയാണ് മനസ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മനസ്സിൽ ഏത് വിധത്തിലുള്ളതായിട്ടുള്ള ചിന്തയുണ്ടാകുന്നോ അതിൻ്റെ ആധാരത്തിൽ നമുക്ക് സന്തോഷവും സന്താപവും ഉണ്ടാകുന്നു. മനസ്സിൽ ഹെൽത്തി ആയിരിക്കുന്ന തോട്ട്സ് ആണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം ശരീരത്തിനുണ്ടാകും. മനസ്സിൽ നെഗറ്റീവായിരിക്കുന്ന തോട്ട്സ് ആണെങ്കിൽ ശരീരത്തിൽ രോഗങ്ങൾ വന്നു ചേരും. സിമ്പിളായിട്ട് പറഞ്ഞു നോക്കിയ ഒരു കാര്യം, ആരെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത സങ്കടമുള്ള വിഷമിപ്പിക്കുന്ന കാര്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് വയ്യ എന്ന് പറയും നമ്മൾ. എന്ത് വയ്യായി?
ശരീരത്തിന് അതുവരെ ഫുൾ ഹെൽത്തി ആയിരുന്നു. അടുത്ത നിമിഷം ഞാൻ തളർന്നിട്ട് വയ്യ, എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് തല കറങ്ങണ പോലെയുണ്ട്, ഞാൻ ഇരിക്കട്ടെ എന്നൊക്കെ പറയാറില്ലേ? എവിടുന്നാണ് വന്നത് ആ സുഖമൊക്കെ? നമ്മുടെ മനസ്സിൽ എന്ത് ചിന്ത വരുന്നുണ്ടോ ആ ചിന്തകൾക്കനുസരിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യം മാറുന്നു. മനസ്സിലെ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഏതൊരു കർമ്മത്തിലാണെങ്കിലും വിജയവും പരാജയത്തിൻ്റെ ആധാരം മറ്റാരുമല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ധനം വന്നുവെങ്കിൽ ധനം വന്നില്ല എങ്കിൽ രണ്ടിനും ഉത്തരവാദി മറ്റാരുമല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിലായിരിക്കുന്ന 4 ലെവൽ ഓഫ് തിങ്കിങ്ങിലാണ് നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിലെ ഹാപ്പിനെസ്സും അൺഹാപ്പിനെസ്സും വിജയവും പരാജയവും ഒക്കെ നിൽക്കുന്നത്. ലോകത്താളുകൾ അവരുടെ സങ്കടം പറയുമ്പോൾ, പരാതി പറയുമ്പോൾ, ഡയറക്റ്റായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ, അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ, മെസ്സേജ് ഞാൻ കേൾക്കുമ്പോൾ എല്ലാവരുടെ അടുത്തു നിന്നും എനിക്ക് ഏറ്റവും വണ്ടർഫുള്ളായിട്ട് ഒരു ഫാക്ടർ തോന്നിയിട്ടുള്ളത്, അധികം സങ്കടം പറയുന്ന ആളുകളും ഒന്നുകിൽ മനസ്സിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ട വിധം അറിയാത്തത് കൊണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ അവരവരുടെ സങ്കടത്തിൻ്റെ എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ കാണുന്നുള്ളൂ, എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണുന്നില്ല. എന്നുവെച്ചാൽ അർത്ഥം പ്രോബ്ലം സീക്കിംഗ് മൈൻഡ് എന്ന് പറയാം. മനസ്സിൻ്റെ ഒരു ലെവൽ ഓഫ് ആക്ടിംഗ് ആണ് പ്രോബ്ലം സീക്കിംഗ് മൈൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കും അനുഭവം ഉണ്ടായിരിക്കും. ചില ആളുകളോട് നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്താലും, എന്ത് സൊല്യൂഷൻ പറഞ്ഞാലും ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ അപ്പുറത്ത് ഇതങ്ങനെ ചെയ്താൽ പിന്നെ ഇങ്ങനെയായി പോവില്ലേ, അതിന് വേറൊരു കാരണം അവർ കണ്ടെത്തും. അതും മാറ്റി നിങ്ങൾ അതല്ല ഇത് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലേ. ഇങ്ങനെ എന്തൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുമ്പോഴും അതിൻ്റെയൊക്കെയും അപ്പുറത്ത് അത് ചെയ്യാതിരിക്കാൻ അഥവാ ആ കാര്യത്തിലായിട്ട് നെഗറ്റീവായിരിക്കുന്ന എഫക്റ്റ് എന്തുണ്ട് അത് മാത്രം കണ്ടെത്തുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ജീവിതത്തിൽ എവിടെയും എത്താറില്ല. എന്നും പരാതി പറയാൻ മാത്രമേ അവർക്ക് സമയം ഉണ്ടാവുള്ളൂ. അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി, എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ, എൻ്റെ വൈഫ് എന്നോട് ഇങ്ങനെ അതുകൊണ്ട് എൻ്റെ മൂഡ് ഇങ്ങനെ, എൻ്റെ മക്കൾ എന്നെ സന്തോഷിക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എറ്റ്സെട്ര എറ്റ്സെട്ര എറ്റ്സെട്ര. എന്തൊക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ അത് മാത്രം സ്വന്തം മുന്നിൽ നിരത്തുന്ന ഒരു കൂട്ടം ആളുകൾ, അവരുടെ മൈൻഡ് സെറ്റപ്പിൻ്റെ പേരാണ് പ്രോബ്ലം സീക്കിംഗ് മൈൻഡ് എന്ന് പറയും. അവരെന്നും പ്രശ്നത്തിനെ മാത്രമേ കാണാറുള്ളൂ, ഒരിക്കലും പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഏറ്റവും വിശേഷമായിട്ടുള്ള തമാശ, നമ്മുടെ ചുറ്റുമുള്ള 5 ആളുകൾ അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ നിങ്ങളും ആ ഒരു സംസ്കാരത്തിലേക്ക് അവിടെ അഡാപ്റ്റ് ചെയ്ത് പെട്ടുപോകും. അങ്ങനെ തന്നെയാണ്, അതങ്ങനെയാണ്, ഇങ്ങനെയാവില്ല, അങ്ങനെയാവില്ല. കുറച്ച് കാലം കഴിഞ്ഞ് സ്വയം അവനവനൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ എന്തേ ഇങ്ങനെയായി പോയെന്ന് പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം മറ്റൊന്നല്ല, നിങ്ങൾക്കൊപ്പമുള്ള 5 വ്യക്തിത്വങ്ങളുടെ പ്രഭാവമാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിനെ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് പ്രോബ്ലം സീക്കിംഗ് മൈൻഡുള്ള ആളുകളുടെ സംഘത്തിലൂടെ നിരന്തരം നീങ്ങുമ്പോൾ ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. അവർ നല്ല ആളുകളായിരുന്നിരുന്നവർ, എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തൊരു മോട്ടിവേറ്റഡ് ആയിരുന്നു എന്നറിയോ, അവരെ കണ്ട് അവരെ പോലെ ആയാലോ എന്ന് ഞാൻ കൊതിച്ചിട്ടുള്ള ആളുകൾ. പക്ഷേ ഇന്ന് ജീവിതത്തിൻ്റെ പാതയിൽ യാത്ര തിരിച്ചപ്പോൾ അവരുടെ കൂടെ വന്നു ചേർന്നതായിരിക്കുന്ന സംഘങ്ങൾ അത്തരത്തിലായി പോയപ്പോൾ ഒരു 10 വർഷശേഷം അവരെ കാണുമ്പോൾ അവർക്ക് സങ്കടത്തിൻ്റെ കെട്ടഴിക്കാനേ നേരമുള്ളൂ. അവരെടുത്ത് എന്തൊക്കെ തന്നെ സൊല്യൂഷൻ പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് എന്ത് പ്രോബ്ലം ഉണ്ടാവും, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, പ്രോബ്ലങ്ങളേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ. ആ ഒരു മൈൻഡാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള മനോഭാവങ്ങളാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത്. അഥവാ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നന്നായിട്ട് നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ മനോഭാവം മനുഷ്യൻ്റെ മനസ്സിൽ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾക്കൊക്കെ കാരണമാവുന്നത്. അഥവാ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തുകൊണ്ട് എനിക്ക് വിചാരിച്ച പോലെ ഉയരാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് നിങ്ങളൊന്ന് സ്വയം തിരിഞ്ഞു നിന്ന് നോക്കിയാൽ നമുക്ക് കണ്ടെത്താവുന്ന കാര്യമുള്ളൂ. മറ്റൊന്നുമല്ല, എൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടാക്കി വെച്ചതായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ കണ്ടെത്താനുള്ള മനോഭാവം അഥവാ പ്രോബ്ലം സീക്കിംഗ് മൈൻഡ്. ഈ മനസ്സാണ് നമ്മളെ കൊല്ലുന്നതിൽ ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ, മനസ്സിൽ പ്രോബ്ലം സീക്കിംഗ് മൈൻഡ് ആണെന്നുണ്ടാൽ അർത്ഥം അതിൻ്റെ അപ്പുറത്തെ ഭാഗം ഒട്ടും മോശമായിരിക്കില്ല. അതോടുകൂടി കാര്യങ്ങൾ മാറ്റി വയ്ക്കുക എന്നുള്ളതായിട്ടുള്ളൊരു സ്വഭാവം വരികയായി. ഒരു കാര്യം ചെയ്യാൻ നമുക്കറിയാം, പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ അതിന് വേണ്ടതായിട്ടുള്ളൊരു പ്രശ്നം, ഇത് ചെയ്താൽ അങ്ങനെയാവില്ലേ, അത് ചെയ്താൽ ഇങ്ങനെയാവില്ലേ എന്നുള്ള 2 ചോദ്യം വന്നാൽ 3-ാമത്തെ പ്രാവശ്യം നമ്മുടെ മനസ്സ് പറയും
ഇന്ന് വേണ്ട നാളെയാവാം, അപ്പോഴേക്കും അതിനൊരു സൊല്യൂഷൻ കിട്ടും. ഇന്ന് വേണ്ട നാളെയാവാം, അപ്പോഴത്തേക്കും ആരെങ്കിലും നമ്മളെ സഹായിക്കാനെത്തും. ഇങ്ങനെ ഒരു 100 കാരണങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ദിവസവും മാറ്റി വയ്ക്കുന്ന ലിസ്റ്റായിരിക്കും അവരുടെ അടുത്ത് ഉണ്ടായിരിക്കുന്നത്. ആ മാറ്റി വയ്ക്കുന്ന ലിസ്റ്റ് അവസാനം ജീവിതത്തിൽ ഒന്നും ചെയ്യാത്തവരായിട്ട് എവിടേക്കെങ്കിലും തള്ളപ്പെടുന്നവരായിട്ട് മാറുന്നൊരവസ്ഥ നമ്മളുള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അഥവാ ജീവിതത്തിൽ എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ അതുവരെ ഓടാത്ത എല്ലാ ഓട്ടങ്ങളും ഒന്നിച്ചോടി തളർന്നു വീഴുന്ന അവസ്ഥ അതും ഞാൻ കണ്ടിട്ടുണ്ട് ലൈഫിൽ. ജീവിതം നമ്മളെ പാഠം പഠിപ്പിക്കുമല്ലോ. ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്, ഒന്നുകിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണോ ആ കാര്യം നമ്മൾ സ്വയം നമ്മുടെ ടീച്ചറായിക്കൊണ്ട് നമുക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സമയം ടീച്ചറായിക്കൊണ്ട് നമ്മളെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കും. സമയം ടീച്ചറായിട്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത് കുറച്ച് വേദനയായിട്ട് മാറും. സ്വയം ടീച്ചറായിക്കൊണ്ട് അവനവൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായാൽ അത് നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാവുമെങ്കിൽ സമയം നമ്മളെ കൊണ്ട് മാറ്റിക്കുമ്പോൾ അത് നമുക്കുള്ള ഏറ്റവും വലിയ വേദനയുമാണ്. ഒന്ന് ആനന്ദമാണെങ്കിൽ മറ്റൊന്ന് അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള സന്താപമാണ്. അതുകൊണ്ട് സന്താപവും സന്തോഷവും നിശ്ചയിക്കുന്നത് കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ട നാളേക്ക് മാറ്റിവെക്കുക എന്നുള്ള സ്വഭാവമാണ്. ഞാൻ പല മഹാത്മാക്കളുടെയും വചനങ്ങൾ കേട്ടിട്ടുണ്ട്, നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുന്നവൻ ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന ബുദ്ധിയെന്ന്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള ചിന്തകളുടെ 2 നെഗറ്റീവ് ഫാക്ടേഴ്സാണ്, ഒന്ന് പ്രോബ്ലം സീക്കിംഗ്, മറ്റൊന്ന് പോസ്റ്റ്പോണ്ടിങ്. അതുകൊണ്ട് കാര്യത്തെ മാറ്റിവെക്കാൻ വേണ്ടി, ഇന്നിൽ നിന്ന് നാളത്തേക്ക് മാറ്റിവെക്കാൻ വേണ്ടി ആര് നിശ്ചയിക്കുന്നുണ്ടോ അവർ മനസ്സിലാക്കിക്കോളൂ, ജീവിതത്തിൽ വിജയം നിങ്ങളെ വിട്ട് ഓരോ ദിവസം കഴിയുന്തോറും ദൂരേക്ക് 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അടുത്തു വരുന്ന ദിവസം നമുക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെ അത് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കിയേ പറ്റൂ. നിങ്ങൾക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും നല്ല മെത്തേഡ് ആ കുട്ടി എന്താണ് അവൻ്റെ ഇഷ്ടം, എന്താണ് അവൻ്റെ അനിഷ്ടം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന് ഇഷ്ടമുള്ള കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാനാകുമെങ്കിൽ കുട്ടികൾ നമ്മളെ വിട്ട് എവിടെയും പോവില്ല. എനിക്ക് ഇവർ മതി എന്ന് പറയുന്നത് കേൾക്കാം. നല്ലൊരു മിടുക്കിയായിട്ടുള്ള അമ്മയാണെങ്കിൽ കുട്ടി കത്തി കൊണ്ട് കളിക്കുന്നത് കണ്ടാൽ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ച് വാങ്ങാനല്ല ശ്രമിക്കുക, കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടുള്ള കളിപ്പാട്ടം എടുത്ത് കുട്ടിയെടുത്ത് കിലുക്കി കാണിക്കും. ആ കളിപ്പാട്ടം കണ്ടു കഴിയുമ്പോൾ കുട്ടി ഈ കത്തി സൈഡിലിട്ട് ആ കളിപ്പാട്ടം വാങ്ങും. അതോടെ കത്തി നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. സ്വന്തം മനസ്സിനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കണ്ടുകൊണ്ട് ആ കുഞ്ഞിനെ മനസ്സിലാക്കുന്ന അതേ ലാഘവത്തോടെ സ്വന്തം മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിൻ്റെ ഈ പ്രോബ്ലം സീക്കിംഗ് മൈൻഡിൽ നിന്ന് പോസിബിലിറ്റി മൈൻഡിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സ് മുഖ്യമായിട്ട് 4 ചിന്താധാരകളിലൂടെ പോവുകയാണ്. പോസിറ്റീവ്, നെഗറ്റീവ്, വേസ്റ്റ് ആൻഡ് നെസസറി തോട്ട്സ് എന്ന് പറയും. ഈ 4 ചിന്തകളിൽ പോസിറ്റീവ് തോട്ട് ഉണ്ടാക്കാനാണ് നമ്മളെ സഹായിക്കുന്നതായിട്ടുള്ള ഒന്നുകൂടെ ഞാൻ വിശകലനം ചെയ്ത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. പോസിറ്റീവ് തോട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഉന്മേഷവും ഉത്സാഹവും തരുന്ന ഗുണത്തിൻ്റെ ആധാരത്തിൽ ബേസ് ചെയ്ത തോട്ട്സ് എന്താണോ അത് നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഉന്മേഷവും ഉത്സാഹവും ഇല്ലാതാക്കുന്ന ആ വില്ലനായിരിക്കുന്ന ചിന്ത എന്തോ അതിൻ്റെ പേരാണ് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത്. നിങ്ങളാരും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ കടന്നുകൂടി ഒരു കുടുംബമുണ്ട്. അത് നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. മിസ്റ്റർ ജാലും മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും. ഈ മിസ്റ്റർ ജാൽ എന്ന് വെച്ചാൽ അർത്ഥം J for jealousy, H for hatred, A for anger and L for leg pulling, കാലുവലി. ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ അസൂയ കൊണ്ട് മറ്റാൾ കാല് പിടിച്ച് വലിക്കുന്ന ലോകം. അതുകൊണ്ട് ഈ മിസ്റ്റർ ജാലിൻ്റെ അതുപോലെ വൈഫിൻ്റെ പേരാണ് മിസ് അണ്ടർസ്റ്റാൻഡിങ്. കാര്യങ്ങളിൽ തെറ്റിദ്ധാരണ. എവിടെയാണോ അസൂയ നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്നത്, ഏത് മനസ്സിനെയാണോ ക്രോധം കീഴ്പ്പെടുത്തുന്നത്, ഏത് മനസ്സിൻ്റെ ഉള്ളിലാണോ അഹങ്കാരം കത്തിജ്വലിക്കുന്നത്, ഏത് മനസ്സിൻ്റെ ഉള്ളിലാണോ മറ്റുള്ളവരോടതായിട്ടുള്ള അസൂയയും അതുപോലെ വിദ്വേഷവും വെറുപ്പും ജനിക്കുന്നത്, അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും അവരുടെ വൈഫ് കയറിയിരുന്നിരിക്കും. വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ തന്നെ തെറ്റിദ്ധാരണകളെ ഉണ്ടാവുള്ളൂ. ഏത് കുടുംബത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മിസ്റ്റർ ജാലും മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ ആ വീടിനുള്ളിൽ ബഹളവും വഴക്കല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മനസ്സിൻ്റെ മായാജാലത്തെ മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് മനസ്സെന്തൊക്കെ പ്രവർത്തിക്കുന്നു അത് നമുക്ക് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. മുഖ്യമായിട്ടും മനസ്സ് ചെയ്യുന്ന ഒന്നാമത്തെ പ്രക്രിയയാണ് തിങ്സ്, ചിന്തിക്കുക എന്നുള്ളത്. കാരണേ
നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണും തോന്നുന്നുണ്ടോ? സ്വപ്നം കാണുന്നതിലൂടെ ഉറങ്ങുമ്പോഴും ചിന്തിക്കുന്നു. കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് പിന്നെ പഠിക്കാം. എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ്, എന്താണ് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും നമ്മൾ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് ലൈഫിലെല്ലാം നേടിയെടുക്കുന്നു, അതൊക്കെ നമുക്ക് പിന്നെ കാണാം. എന്തായാലും ഈ രണ്ട് തലങ്ങളിലും ചിന്തകൾ എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്തയില്ലാത്തൊരു നിമിഷം മനസ്സിനില്ല. കടലിൽ അലയില്ലാത്തൊരു സമയമില്ലാത്തതുപോലെ നമ്മുടെ മനസ്സിൽ ചിന്തകളില്ലാത്ത ഒരു സമയവും ഉണ്ടായിരിക്കില്ല. ഒന്നാമത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ചിന്തയാണ്. ചിന്തകൾ, ഏത് ടൈപ്പ് ചിന്തകൾ എത്ര തവണ നമ്മളുള്ള റിപ്പീറ്റ് ചെയ്തു വരുന്നോ അതനുസരിച്ച് അത് ഫീൽ ചെയ്യാൻ, അനുഭൂതികൾ തരാനായിട്ട് തുടങ്ങും. അനുഭൂതികളുടെ ആധാരത്തിൽ നിങ്ങൾ ചിത്രങ്ങളെ ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് നല്ല തണുപ്പ് വരുമ്പോൾ, ഉദാഹരണത്തിന് നല്ലൊരു തണുപ്പ് വന്ന് നമ്മൾ വിചാരിച്ചു പോകും, എന്തത്ര തണുപ്പ് വരുന്നു, ഇവിടെ എ സി ഇട്ട പോലെയുണ്ട്, പറയാറില്ലേ നമ്മൾ. പലപ്പോഴും ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ രീതിയിലൊക്കെ ഉണ്ടാക്കിയ പഴയ കാലത്തെ വീടുകളുള്ളിൽ പോകുമ്പോൾ നമ്മൾ പറയും, ഇവിടെ എന്തിനാ ഫാന്, ഇവിടെ എന്തിനാ എ സി, ശരിക്കും എ സി ഇട്ട പോലെയുണ്ട്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തണുപ്പ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്തു. തണുപ്പ് എന്ന് വെച്ചാൽ എ സിയാണ്. അല്ലെങ്കിൽ ഇതാ നോക്കി ഊട്ടിയെ പോയ പോലെയുണ്ട്. തണുപ്പ് അനുഭവിച്ച തണുപ്പുള്ളതായിരിക്കുന്ന പല ചിത്രങ്ങളും നമ്മൾ പലയിടത്തുമായിട്ട് നമ്മുടെ മെമ്മറിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി അനുഭൂതി വേറൊരു ചിത്രം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ റെക്കോർഡ് ചെയ്ത് പെട്ടുപോയതായിട്ടുള്ള പല ചിത്രങ്ങളുമുണ്ട്. അതനുസരിച്ച് ജീവിതത്തിൽ ഓരോരോ സന്ദർഭങ്ങളിൽ ഓരോരോ ക്രിയേറ്റിവിറ്റീനെ അഥവാ ക്രിയാത്മകമായിട്ടുള്ള ചിത്രങ്ങളെ മനസ്സുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഇരുട്ടിനെ മനുഷ്യൻ പേടിക്കുന്നു, അല്ലെങ്കിൽ അറിയാത്തൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പേടിക്കുന്നു. ഇതിൻ്റെ പിന്നിലൊക്കെ നമ്മുടെ ചിന്തകളും അനുഭൂതിയും ഉണ്ടാക്കുന്നതായിരിക്കുന്ന ഘടകങ്ങളാണ്. ഏത് ടൈപ്പ് ചിന്തകൾ മനസ്സിലുണ്ടായിട്ടുണ്ടോ, നിരന്തരമായ ടൈപ്പ് ഓഫ് തോട്ട്സ് ഒഴുകുന്ന സമയത്തുണ്ടാകുന്ന അനുഭൂതി, അതിൻ്റെ ആധാരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ചിത്രങ്ങൾ, ആ ചിത്രങ്ങളുടെ ആധാരത്തിലാണ് നമ്മുടെ ഓർമ്മശക്തിയും അതുപോലെ തന്നെ റിയലൈസേഷൻ പവറും തിരിച്ചറിയാനുള്ള ശക്തിയും പ്രവർത്തിക്കുന്നത്. ചുരുക്കം പറഞ്ഞ് മനസ്സ് പ്രവർത്തിക്കുന്ന മുഖ്യമായിരിക്കുന്ന ഫാക്ടേഴ്സ്: ഒന്ന് ചിന്തിക്കുന്നു, തിങ്സ്, ഫീൽസ്, ക്രിയേറ്റ്സ്, ഇമാജിനേഷൻ ഉണ്ടാക്കുന്നു, ഭാവനയ്ക്കുള്ളിൽ ജീവൻ കൊടുക്കുന്നു, അത് റിമെമ്പർ ചെയ്യുന്നു, കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു, റിയലൈസ് ചെയ്യുന്നു, ഇത് ഇന്നതാണ് എന്ന്, എൻ്റെ സത്യം എന്നതാണ്. സത്യം ഇന്നതാണ് തിരിച്ചറിയണമെങ്കിൽ മനസ്സിന് ഒരുപാട് ശക്തി വേണം. പക്ഷേ എൻ്റെ സത്യം, എൻ്റെ ശരി ഇതെന്നുള്ള ഒരു റിയലൈസേഷൻ അതിലേക്കെങ്കിലും നമ്മുടെ മനസ്സ് കൊണ്ടെത്തിക്കും. എന്നുവെച്ചാൽ ഈ 6 ഫാക്ടേഴ്സിൻ്റെ ആധാരത്തിലാണ്, ഈ 6 സ്റ്റേജസിലൂടെയാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് പറയാം. നമുക്ക് ഈ 6 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സ് ചെയ്യുന്നതെന്ന് പറയാം. ചിന്തിക്കുന്നു, അനുഭൂതി ചെയ്യുന്നു, അത് ഭാവനയിൽ കാണുന്നു, ഇമാജിൻ ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു അഥവാ ഉണ്ടാക്കിയെടുക്കുന്നു. മറ്റൊരു ഭാവത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ക്രിയേറ്റിവിറ്റിക്കും ആധാരം നമ്മുടെ മനസ്സ് തന്നെയാണ്. കുറച്ചും കൂടെ ആഴത്തിൽ നമുക്ക് മനസ്സിനെ മനസ്സിലാക്കിയെടുക്കാനോ കഴിയുമെങ്കിൽ നമ്മുടെ ബോധ ഉപബോധ മനസ്സുകളുടെ പ്രവർത്തന ശൈലിയും അതിൻ്റെ രീതിയും എന്തെന്ന് ക്ലിയറായി നമുക്ക് പഠിക്കാൻ പറ്റിയ, ജീവിതത്തിൽ നമുക്ക് എന്തൊരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനും മറ്റെവിടെയും പോയി തരേണ്ട കാര്യമില്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഒരു ഉത്തമ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം വരുമ്പോൾ മനുഷ്യന്മാർ സങ്കടപ്പെടുന്നു, നിരാശയാവുന്നു. ഞാൻ ആ സിറ്റുവേഷനിലായതുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചു പോയി എന്നൊക്കെ ഉത്തരം പറയുന്നു. വാസ്തവത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതേ ഒരു പ്രോബ്ലം നിങ്ങളുടെ കൂട്ടുകാരനാണ് വരുന്നതെങ്കിൽ നിങ്ങളെക്കാൾ നല്ല ഒരു കൗൺസിലർ ഉണ്ടാകില്ല, നിങ്ങളെക്കാൾ നല്ലൊരു അഡ്വൈസറും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? പ്രോബ്ലത്തിന് ഉത്തരം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ നിങ്ങൾ ഇരിക്കുന്നത് ആ പ്രോബ്ലം എന്ന കസേരയിലാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഇത് കസേര ഇരുന്നിട്ടാണ് ഈ കാര്യം ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് ആ കസേര 2 കൈ കൊണ്ടൊന്ന് മുറുക്കെ പിടിച്ച് സങ്കല്പിച്ച് നോക്കിയേ നിങ്ങൾ ആ കസേരയിൽ ഒട്ടിപ്പോയതായിട്ട്. ഇനി ആ കസേരയും കൊണ്ട് ഈ ഹാളിൽ നിന്ന് പുറത്ത് കിടക്കാൻ നോക്കിയേ, മാക്സിമം അതിൻ്റെ സ്റ്റെപ്പ് വരെ നിങ്ങൾ പോവുമായിരിക്കും. സ്റ്റെപ്പ് എത്തിയാൽ വീഴുന്ന ഉറപ്പാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ കസേരയിൽ ഒട്ടിപ്പോയത് കൊണ്ടാണ്. ജീവിതത്തിലെ സാഹചര്യങ്ങളാകുന്ന കസേരയിൽ നമ്മൾ ഒട്ടിപ്പോകുന്ന സമയത്ത് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. ചേഞ്ച് എന്ന സ്റ്റെപ്പ് വരുന്നിടത്ത് വീണു പോവുകയുള്ളൂ. അതേസമയം ജീവിതത്തിൽ നിന്ന് ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങൾക്ക് നോക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. അതായത് ഓരോരുത്തരുടെ മനസ്സിനും അതിനുള്ള വ്യക്തമായിരിക്കുന്ന സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കാൻ പഠിക്കണമെന്ന് മാത്രം. ഉണ്ട് എന്നതിൻ്റെ പ്രൂഫാണ് നിങ്ങളുടെ കൂട്ടുകാരന് വരുന്ന പ്രശ്നത്തിന് ഏറ്റവും നല്ല സൊല്യൂഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് വേറെ മനസ്സല്ല വരുന്നത്, നമ്മുടെ മനസ്സ് തന്നെയാണ് വരുന്നത്. നമ്മുടെ എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിലും പ്രോബ്ലത്തിനുള്ളതായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കാൻ പഠിക്കണം. എങ്ങനെയാണ് കസേര എഴുന്നേറ്റ് നോക്കാൻ പറ്റുക? നമുക്ക് അതിനെന്താ പോം വഴി?
നമ്മൾ കാണും തുടർച്ചയായിട്ടുള്ള യാത്രയിൽ. അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു പോസിബിലിറ്റി മൈൻഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ, എന്താണോ എനിക്ക് ചെയ്യേണ്ടത്, ഏത് രീതിയിലൊക്കെയാണോ എൻ്റെ ലൈഫിൽ എന്തൊരു സിറ്റുവേഷൻ വന്നാലും, എത്ര മഹാത്മാക്കളുടെ ജീവിതം നമ്മുടെ മുന്നിൽ മാതൃകയായിട്ടുണ്ട്. അരുണിമ സിൻഹ ഒന്ന് ഓർത്ത് നോക്കിയേ, വേറൊരു കാലഘട്ടത്തിലൊന്നുമല്ലല്ലോ ജീവിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഏതാനും തെമ്മാടികൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിയപ്പെട്ടപ്പോൾ മറ്റൊരു ട്രെയിൻ പോയി ഇടിച്ച് കാല് മുറിഞ്ഞ് ട്രെയിനിൻ്റെ 2 പാളത്തിൻ്റെ ഇടയിൽ കിടന്ന് ജീവൻ മരണമായിട്ട് പോരാടുമ്പോൾ, രാത്രിയിൽ എലികൾ വന്ന് കാല് കരളുന്ന അവസ്ഥ അനുഭവിച്ചു കൊണ്ട് കിടക്കുന്ന ഒരു പെൺകുട്ടി ആരൊക്കെയോ രക്ഷിച്ചു കൊണ്ടുപോയ ഒരു ഗ്രാമത്തിൽ ഹോസ്പിറ്റലിലെത്തി. അവിടെ ഓപ്പറേഷനുള്ളതായിരിക്കുന്ന പ്രോപ്പറായിരിക്കുന്ന സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തരിപ്പിക്കാതെ പച്ചയ്ക്ക് കീറി ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്ന വേദന അനുഭവിക്കുന്ന ഒരു കുട്ടി എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞ് കരയല്ല ചെയ്തത്. അതിനെ ചൊല്ലിയുള്ളതായിരിക്കുന്ന നിരവധി വാർത്തകൾ പല രീതികളിൽ പുറത്തു വന്നപ്പോൾ ആ ഹോസ്പിറ്റലിൽ കിടക്കയിൽ കിടന്നെടുത്ത പ്രതിജ്ഞയായിരുന്നു, ഈ കാലൊന്ന് ശരിയായി എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഹൈറ്റ്സിനെ ഞാൻ നേടിയിരിക്കും. ഇന്ന് എന്നെ മോശമായി പറഞ്ഞ എല്ലാവരുടെ മുന്നിലും ഞാൻ ജയിച്ചു കാണിക്കും എന്ന്. അതല്ലേ പ്രസിഡൻറ്റിൻ്റെ അവാർഡടക്കം വാങ്ങുന്ന അവസ്ഥയിലേക്ക് മാറിയത്. നിങ്ങളെല്ലാവരും കേട്ട കഥയായിരിക്കും ഇത്. അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിച്ച് പറയുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കാര്യം നേടിയെടുക്കണം എന്ന ദൃഢസങ്കല്പം കൊണ്ട് കാര്യം നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചാൽ, അഥവാ നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങളിലെ ദൃഢതയെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചാൽ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റാത്ത യാതൊന്നുമില്ല. കാരണം നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി. ഒരു തോട്ടെന്ന് പറയുന്നത്, ഒരു ഹാളിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ ശബ്ദം 4 ഭാഗത്തും തട്ടി നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരും പോലെ തന്നെ അതിനേക്കാൾ ശക്തിശാലിയായിരിക്കുന്ന തരംഗങ്ങളായിക്കൊണ്ട്, അതിനേക്കാൾ ശക്തിശാലിയായിരിക്കുന്ന ഫ്രീക്വൻസിയോടുകൂടി ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ യാത്ര ചെയ്ത് 4 ഭാഗത്തു നിന്നല്ല, അത് എല്ലാ വ്യക്തികളിൽ പോലും അവരുടെ മനസ്സുകളിൽ പോലും പോയി തട്ടി അവരെ കൂടി നമ്മുടെ സങ്കല്പത്തിൻ്റെ ആധാരത്തിലേക്ക് പരിവർത്തനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഇന്ന് ഞാൻ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു വിജയം എനിക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നെൻ്റെ ആരോഗ്യമോ അനാരോഗ്യമോ ഉണ്ടെങ്കിൽ, അതിനെല്ലാം കാരണക്കാർ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള ഈ ഊർജ്ജങ്ങളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, രാത്രിയിൽ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരാൾ വാസ്തവത്തിൽ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ട് കൂടിയില്ല. നമുക്കറിയാം സ്വപ്നം യാഥാർത്ഥ്യമല്ല. ഒരാൾ എന്നെ ഉപദ്രവിക്കുന്നത് കണ്ട് പേടിച്ചുറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് കരഞ്ഞിട്ട് പോലും ആൾക്കാർ എഴുന്നേൽക്കാറുണ്ട്. എഴുന്നേൽക്കുന്ന സമയത്ത് ആ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന അടുത്ത സെക്കൻഡിൽ അതുവരെ കാര്യം നടക്കുന്നത് ഫിസിക്കലായിട്ടൊരു ആക്ടിവിറ്റി അവിടെ നടക്കുന്നേ ഇല്ല. പക്ഷേ സ്വപ്നം കണ്ട് ഉണരുന്ന അടുത്ത മുഹൂർത്തം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ വിറയ്ക്കാൻ എന്ത് തുടങ്ങിയത്? ഫിസിക്കലായിട്ട് ആക്ടിവിറ്റി നടന്നിട്ടില്ലല്ലോ. ഒരു സെക്കൻഡിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കല്പം ഒരു സെക്കൻഡിൻ്റെ പോലും ഫ്രാക്ഷൻസ് ഇല്ലാതെ അത് പ്രകമ്പനങ്ങളായിക്കൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്കും പ്രവഹിക്കുകയാണ്. അത് എന്ത് എനർജി എന്നിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നുണ്ടോ അത് അതേ രീതിയിൽ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെന്ത് ചിന്തിക്കുന്നുണ്ടോ അതാണ് നമ്മളായിത്തീരുന്നതെന്ന്. അതുകൊണ്ട് ചിന്തകളിൽ പോസിറ്റിവിറ്റി നിറയ്ക്കാനായാൽ, ചിന്തകളെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചിന്ത ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ്. അഥവാ നമ്മുടെ ഭാഗ്യം നമ്മുടെ കൈക്കുള്ളിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിലെ പെർസിവിയറൻസ് മൈൻഡ് എന്ന് പറയും, ദൃഢതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ളതായിരിക്കുന്ന ശക്തി. ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് കയറിക്കൊണ്ട് എന്തൊക്കെ ഹഡിൽസ് വന്നാലും അതിനൊക്കെ ചാടിക്കടന്നുകൊണ്ട് ലൈഫിലെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ളതായിട്ടുള്ള ശക്തി, അതാണ് നമ്മുടെ മൈൻഡ് പവർ അഥവാ സങ്കല്പത്തിൻ്റെ ശക്തി എന്ന്. അതെങ്ങനെ ആർജിക്കാം? നാളെ നമുക്ക് കാണാം. ഇന്നെന്തായാലും ഈ ഒരു തോട്ടിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവ് എനർജീനെ 100% റിസീവ് ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു സിമ്പിൾ മെഡിറ്റേഷൻ മെത്തേഡ് അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് നമ്മൾ മനസ്സിനു വേണ്ടി പൂർണ്ണമായും പോസിറ്റീവ് എനർജി സ്വീകരിക്കുന്ന ഒരു നല്ല മുഹൂർത്തത്തിലാണ്. ഇപ്പോൾ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ശരിക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ. ഈ ശക്തി
ഉണർത്താനായാൽ നമുക്ക് നേടാൻ പറ്റാത്തതൊന്നും ഈ ലോകത്തിലില്ല. എന്നാൽ മനസ്സിൻ്റെ ശക്തി ഉണർത്തണമെങ്കിൽ ആ സുപ്രീം പവർ അതോ പവർ ഹൗസുമായി നമുക്ക് കോണ്ടാക്റ്റ് നിർബന്ധമാണ്. അതുകൊണ്ട് നമുക്കിന്ന് ആ പരമമായ ശക്തിയിൽ നിന്ന് പൂർണ്ണമായ ശക്തിയെ ആഹ്വാനം ചെയ്യാം. പതിവ് പോലെ ഇത് നമ്മുടെ മെഡിറ്റേഷൻ സെഷനാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മനസ്സ് ശക്തമാക്കാനുള്ളതായിരിക്കുന്ന വാഞ്ചയോടെ നിങ്ങളുടെ പഠനമുറിയിൽ അഥവാ നിങ്ങളുടെ ധ്യാനമുറിയിൽ കസേരയിൽ സ്വസ്ഥമായിരുന്നാലും പുറത്തെ ശബ്ദങ്ങൾ പരമാവധി കേൾക്കാത്ത ഒരു സ്ഥാനം തിരഞ്ഞെടുക്കാൻ ഇന്നും ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ മൊബൈൽ അഥവാ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഒരിക്കലും ഇവയുടെ ശബ്ദങ്ങൾ ഈ ലോകത്തിലേക്ക് നമ്മളെ ആകർഷിക്കരുത്. നമ്മൾ നമുക്കൊപ്പം തന്നെ ഇരിക്കാൻ പോവുകയാണ്. ആ പരമമായ ശക്തിയിൽ നിന്ന് ശരീരത്തിനും മനസ്സിനും വേണ്ട ഊർജത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. കസേരയിൽ സ്വസ്ഥമായിരുന്നാലും കാലുകൾ തൂക്കിയിടാതെ പതിച്ചു വയ്ക്കാൻ വിധമുള്ള ഒരു സ്ഥാനത്തിലായിരിക്കണം ഇരിക്കുന്നത്. നേരിട്ട് ഭൂമിയിൽ കാലുകൾ വയ്ക്കാതെ ഒരു ഷീറ്റെങ്കിലും ഇട്ടിട്ട് വേണം അതിൻ്റെ മേലെ കാല് വയ്ക്കാൻ. കൈകളെ കാലുകളിൽ വിശ്രമിക്കുന്ന അവസ്ഥയിൽ കമഴ്ത്തി വെച്ചാലും നടുനിവർന്ന് പൂർണ്ണ സ്വീകരിക്കാനുള്ളതായിരിക്കുന്ന മൂഡിൽ റിലാക്സ്ഡ് ആയിരുന്നാലും ഭഗവാനുമായുള്ള സമാഗമത്തിലൂടെ ശരീരത്തിലും മനസ്സിലും ഊർജം ആവാഹിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പതിയെ പതിയെ ശ്രദ്ധയെ കാലിൻ്റെ പെരുവിരൽ മുതൽ പതുക്കെ പതുക്കെ യാത്ര ചെയ്യിച്ചാലും മനസ്സ് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത് സ്പർശിക്കുമ്പോഴും ആ ഭാഗം റിലാക്സ്ഡായി അയഞ്ഞു നിൽക്കുന്നതായി അനുഭവം ചെയ്യണം. പെരുവിരലിൽ നിന്നും കാൽപാദങ്ങളിലേക്ക് കാൽമുട്ടോളം വരെയുള്ള ഭാഗം, രണ്ട് കാലുകളും തികച്ചും റിലാക്സ്ഡായ സ്റ്റേജിൽ അരവരെയുള്ള ഭാഗം അയഞ്ഞിരിക്കുന്നതായി അനുഭവം ചെയ്യൂ. പതിയെ പതിയെ ശ്രദ്ധയെ നട്ടലിലൂടെ പായിച്ച് കൈവിരലുകൾ വരെയുള്ള ഭാഗത്തിലൂടെ കടത്തിക്കൊണ്ടുപോയാലും വയറുഭാഗം, നെഞ്ചുഭാഗം, തോൾഭാഗം, രണ്ട് കൈകളുടെയും വിരലറ്റം വരെ റിലാക്സ്ഡ്. കഴുത്തിലെ എല്ലാ മസിലുകളും റിലാക്സ്ഡ് ആയിരിക്കുന്നു. തലയും മുഖത്തെ പേശികളുമെല്ലാം തന്നെ തികച്ചും ശാന്തമായ അയഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ പതിയെ പതിയെ ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവന്നാലും
അകത്തേക്കെടുക്കുമ്പോൾ ഒരു വെള്ളി വെളിച്ചം ഉള്ളിലേക്ക് ആകർഷിക്കുന്നതായി സങ്കല്പിച്ചാൽ ശ്വാസവായുവിലൂടെ എല്ലാ നെഗറ്റീവ് എനർജികളും രോഗത്തിൻ്റെ കാരണങ്ങളുമെല്ലാം കറുത്ത പുകയായി പുറത്തേക്ക് പോകുന്നതായി അനുഭവം ചെയ്യും. പതിയെ പതിയെ ഈ വെള്ളി വെളിച്ചം ശരീരമാകെ വ്യാപിക്കുകയാണ്. ഓരോ കോശങ്ങൾ പോലും ശുദ്ധമായിരിക്കുന്നു. ഈ പ്രകാശ ശരീരത്തിനുള്ളിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഇരു പുരികങ്ങൾക്കും മധ്യത്തിലേക്ക് കൊണ്ടുവന്നാലും ഭ്രൂമധ്യത്തിൽ പൊട്ടുതൊടുന്ന സ്ഥാനത്ത് ഈ പ്രകാശ ശരീരത്തിൻ്റെ തീക്ഷ്ണമായ പ്രകാശ കണം പോലെ ആ ചൈതന്യ ശക്തിയായ ഞാൻ പ്രകാശിക്കുകയാണ്. ഈ ശരീരത്തിൻ്റെ അധികാരിയായ ഞാനാണ് ആജ്ഞാചക്രത്തിലിരുന്ന് ഈ ശരീരത്തിലൂടെ എല്ലാ കർമ്മങ്ങളും ചെയ്യിക്കുന്നത്. ഞാൻ ചെയ്യുകയല്ല, ചെയ്യിപ്പിക്കുകയാണ്. എൻ്റെ സങ്കല്പത്തിന് ആധാരത്തിലാണ് ഈ ശരീരം പ്രവർത്തിക്കുന്നത്. ഞാനെന്ന സചേതന ശക്തി, the being, the real power, ഞാനാണ് ആ പ്രകാശമായ ശരീരത്തിന് അധികാരി. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ മുഴുവൻ പ്രപഞ്ചത്തിനും ആധാരമായ സർവർക്കും നന്മ മാത്രം ചെയ്യുന്ന നന്മയുടെ പ്രകാശമായ ഏതോ പേരിട്ട് വിളിച്ചാലും അതിലൂടെ എല്ലാം നമ്മളെ സഹായിക്കുന്ന ആ പരമമായ ശക്തി ഒരു ദിവ്യ നക്ഷത്രം പോലെ എൻ്റെ മുന്നിൽ പ്രത്യക്ഷനായിരിക്കുന്നു. ആഹാ, എത്ര സുഖകരമായ മിലനം! രചയിതാവായ സർവാധികാരിയായ ഈശ്വരനും രചനയായ ഞാനും സൂര്യനിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ എന്ന പോലെ ആ വെള്ളി വെളിച്ചത്തിൻ്റെ സ്രോതസ്സായ പരമാത്മാവിൽ നിന്നും സർവശക്തനായ ഈശ്വരനിൽ നിന്നും ആ പ്രകാശധാര
സചേതന നക്ഷത്രമായ എന്നിൽ നിറഞ്ഞ് എൻ്റെ പ്രകാശ ശരീരം മുഴുവൻ വ്യാപിക്കുകയാണ്. എത്ര മനോഹരമായ സുഖകരമായ അനുഭൂതിയാണ്. എൻ്റെ മനസ്സും ശരീരവുമെല്ലാം തന്നെ ശുദ്ധമായ ഊർജത്താൽ പ്രകമ്പനം കൊള്ളുകയാണ്. എനിക്ക് ചുറ്റുമുള്ള ഓറ ബ്രൈറ്റ് വൈറ്റ് ലൈറ്റായി തീക്ഷ്ണ പ്രകാശമായി ഒരു കൊച്ചു പ്രകാശം ഗോളം പോലെ എൻ്റെ ശരീരത്തിന് ചുറ്റും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. യെസ്, ഞാനിപ്പോൾ തികച്ചും ശക്തിശാലിയാണ്. എൻ്റെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും എല്ലാ നെഗറ്റീവായ കാര്യങ്ങളെയും ഞാൻ സദാകാലത്തേക്ക് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു. ഞാൻ 100% പോസിറ്റീവ് മാത്രമാണ്. 100% ശക്തിശാലിയാണ്. 100% ഉന്മേഷവും ഉത്സാഹവും നിറഞ്ഞവനാണ്. എൻ്റെ സങ്കല്പങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലാണ്. എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലാണ്. ഞാനെന്ന സചേതന ശക്തി ഈ സൃഷ്ടി നാടകത്തിലെ എൻ്റെ ജീവിതം കൊണ്ട് തീർച്ചയായും എൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സ്വന്തമാക്കുക തന്നെ ചെയ്യും. അതിനുള്ള പൂർണ്ണമായ ഊർജം ഞാൻ നേടിയിരിക്കുന്നു. ഞാൻ തികച്ചും ശക്തിശാലിയാണ്. എന്തൊരു സന്തോഷമാണ് എൻ്റെ മനസ്സിൽ നിറയുന്നത്. എന്തൊരു ഊർജമാണ് എനിക്ക് അനുഭവമാകുന്നത്. ഇന്ന് ഈ ലോകം മുഴുവൻ കീഴടക്കാൻ വിധമുള്ള ഊർജം ഞാൻ നേടിയിരിക്കുന്നു. ഇനി ഒരു പ്രതിബന്ധത്തിനും എന്നെ തടയാനാവില്ല. ഞാൻ തികച്ചും ശക്തിശാലിയാണ്. ഐ എം ദ മോസ്റ്റ് പവർഫുൾ, ഐ എം ദ മോസ്റ്റ് സക്സസ്ഫുൾ, ഐ എം ദ മോസ്റ്റ് വണ്ടർഫുൾ ബീയിങ്. താങ്ക്സ് ഗോഡ്, താങ്ക്സ് ഗോഡ്, താങ്ക്സ് ദ യൂണിവേഴ്സ്. ഓം ശാന്തി, ശാന്തി, ശാന്തി. ഈ എനർജറ്റിക്കായ അവസ്ഥയിൽ നിങ്ങളിവിടെ നിങ്ങളുടെ മെഡിറ്റേഷൻ നിർത്തുക മാത്രം ചെയ്യരുത്. ഉടനെ തന്നെ എന്തെങ്കിലും ഒരു പേപ്പറും പെന്നും എടുത്തുകൊണ്ട് ഇന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടോ അതിൻ്റെ എല്ലാം ലിസ്റ്റ് ചെയ്യണം. ആരെ മീറ്റ് ചെയ്യണമെങ്കിൽ അവരെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആളുകളെ ഓർമ്മിച്ച് നോട്ട് ചെയ്യണം. അല്ലെങ്കിൽ ചെയ്ത് തീർക്കാനുള്ളതായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതിന് ചെയ്തിരിക്കണം. ഈ ഉന്മേഷവും ഉത്സാഹവും ഒട്ടും കുറയാതെ ഈ സന്തോഷം നിറഞ്ഞ അവസ്ഥയിൽ നിങ്ങളിന്ന് നിങ്ങളുടെ ആഹാരം കഴിക്കണം. ആരെ കാണുമ്പോഴും ഇന്ന് ഞാൻ നിറച്ചു സന്തോഷവാനാണ്, അതുകൊണ്ട് ഇവർക്കും ഞാൻ ഹാപ്പിനെസ് തന്നെ വൈബ്രേറ്റ് ചെയ്യും, ഇവർക്ക് ഞാൻ ഇന്ന് ഹാപ്പിനെസ്സിന് ഗിഫ്റ്റായി കൊടുക്കും. ഈ രീതിയിൽ നിങ്ങളുടെ എല്ലാ സമയത്തും ഇന്നത്തെ ദിവസം മുഴുവൻ പൂർണ്ണമായി ശ്രദ്ധിക്കണം. 100% പോസിറ്റീവാണ് നമ്മൾ. ഇന്ന് യാതൊരു നെഗറ്റീവിനും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. 100% പോസിറ്റിവിറ്റി. ആര് ദേഷ്യപ്പെട്ടാലും അവർക്കും ഹാപ്പിനെസ്, ആര് അപമാനിച്ചാലും അവർക്കും ഹാപ്പിനെസ്, ആര് നിങ്ങളെ വിമർശിച്ചാലും അവരോടും ഹാപ്പിനെസ്. ഓൾവേസ് ഹാപ്പിനെസ്. ബി ഹാപ്പി. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഓം ശാന്തി.